ദൈവ തിരുനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും വെളിപ്പാട് പുസ്തകം 19 അധ്യായം 4 വാക്യം വായിക്കുന്നു. 24 മുഖ്യന്മാരും 4 ജീവികളും സിംഹാസനസ്ഥനായ ദൈവത്തിന് മുൻപാകെ വീണു വണങ്ങിക്കൊണ്ട് ആമീൻ ഹല്ലേലൂയ എന്ന് ആർത്തു. അവിടെ 4 ജീവികളെക്കുറിച്ചും പറയുന്നുണ്ട്, 24 മൂപ്പന്മാരെ കുറിച്ച് കഴിയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നാം മുമ്പോട്ട് കാണുമ്പോഴും മനുഷ്യാത്മാക്കളും അവിടെ ഉണ്ട്. ദൈവത്തെ സ്തുതിച്ച് പാടുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അവർ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തോട് നന്ദി പറയുകയാണ്. ഈ വേദഭാഗം എഴുതിയത് വിശുദ്ധ യോഹന്നാനാണ്. വിശുദ്ധ യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു കസിനായിട്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ കാണിക്കുന്നത്. വിശുദ്ധ മാതാമറിയത്തിൻ്റെ സഹോദരിയായ സലോമിയുടെ മകനായിട്ടാണ്. അതായത് മീൻപിടിപ്പ് തൊഴിൽ ഏർപ്പെട്ടിട്ടുള്ളതായ സെബദിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സലോമിയുടെയും മക്കളായ യോഹന്നാനും യാക്കോബും മീൻ പിടിക്കുന്ന തൊഴിലിൽ നിന്നും കർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച് കർത്താവിൻ്റെ ശിഷ്യരായി കഴിഞ്ഞു. യേശു ക്രിസ്തുവിനെക്കാട്ടി നന്നേ പ്രായം കുറഞ്ഞ ആള് തന്നെയായിരുന്നു ജോൺ. ജോൺ എന്ന യോഹന്നാൻ, അതിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഹൂം ദ ലോർഡ് ഗ്രേഷ്യസ്ലി ഗിവൺ, ദൈവം കൃപയോട് നൽകിയത് എന്നാണ് ജോൺ എന്നതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തുവിൻ്റെ ഒരു റിലേറ്റീവായിട്ട് നമുക്ക് മനസ്സിലാകുന്ന മർക്കോസിന്റെ സുവിശേഷം 15 അധ്യായം 40 വാക്യം. ഇവിടെ പ്രസക്ത ഭാഗം യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം സഭ, അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാരും അവരുടെ കൂടെ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ഉള്ളതായ ചുരുക്കം ചിലരും വളരെയധികം പ്രയാസത്തിൽ കൂടി കടന്നുപോയി. ആ സമയത്താണ് സഭ എന്ന തത്വത്തിൽ പലരും ഒന്നിച്ചുകൂടിയിരുന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ തുടങ്ങുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് ഉള്ളതിൽ കൂടുതലും പിന്നീട് ശിഷ്യന്മാരായി പലരും യേശു ക്രിസ്തുവിനെ അനുകരിച്ച് യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ തുടങ്ങി. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അപ്പോൾ ഭരിക്കുന്നതായ സ്ഥലത്ത് മേൽനോട്ടം റോമ ഗവൺമെന്റിലായിരുന്നു. അങ്ങനെ ഇസ്രായേൽ എന്ന ഒരു ജനവർഗത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിച്ചത്, മറിയമാതാവിൽ നിന്ന്. എന്നാൽ ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവത്തെ തന്നെയാണ് ക്രിസ്ത്യാനികളും ഇവർ ശിഷ്യന്മാരും ആരാധിക്കുന്നത് എന്ന് ആണെങ്കിൽ പോലും ഇസ്രായേൽ അന്നുണ്ടായിരുന്ന പള്ളി പ്രമാണിമാർക്ക് യേശു ക്രിസ്തുവിനെ കണ്ടുകൂടായിരുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നതായ ഒരു മശിഹായ വന്ന് ഇസ്രായേലിനെ റോമ ഗവൺമെന്റിൽ നിന്നും രക്ഷിക്കും, അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്, ബൈബിൾ എഴുതിയിരിക്കുന്നതനുസരിച്ചും പഴയ നിയമത്തിൽ. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ രാജ്യം ഇവിടെയല്ല, പിന്നീട് ആത്മാക്കൾ ആണ് എന്നുള്ളതായ തത്വത്തിൽ യേശു ക്രിസ്തു ഭൗതികമായ റോമ ഗവൺമെന്റിനോട്, ഇസ്രായേലിനെ അടക്കി ഭരിക്കുന്നതായ അടക്കി വാഴുന്നതായ റോമ ഗവൺമെന്റിനോട് എതിർത്തില്ല. അങ്ങനെ ആ റോമ ഗവൺമെന്റിൻ്റെ പടയാളികളാലാണ് പീലാത്തോസ് ഭരണാധികാരിയായിട്ട് വിധിച്ചാണ് യേശു ക്രിസ്തുവിനെ കുരിശിൽ ഏറ്റുന്നത്. അതിന് ഇസ്രായേൽ അന്നത്തെ പ്രമാണിമാരും പള്ളി പുരോഹിതന്മാരും അനുകൂലിച്ച് തന്നെ ഇരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ
ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ രീതിയിൽ നിന്നും അല്പം മാറിയാണ് യേശുക്രിസ്തുവിൻ ചിന്തിച്ചിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ രാജ്യം സ്വർഗീയമായിട്ട് യേശുക്രിസ്തു കരുതിയിരുന്നു. ഭൗതികമായ മനുഷ്യരെ മറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതല്ല. അതിനാൽ യേശുക്രിസ്തുവിനെ പ്രമാണിമാരും ഇസ്രായേൽ പള്ളി പുരോഹിതന്മാരുടെ ഒത്താശയോടുകൂടി റോമ ഗവൺമെൻറ് വിധിച്ചിട്ട് റോമ ഭരണത്തിന് കീഴിലുള്ളതായ പട്ടാളക്കാർ കൊണ്ടുപോയി യേശുക്രിസ്തുവിനെ കുരിശിച്ചു. ജീവൻ പോയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ അരിമത്തിയിലെ യോസഫ് രഹസ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അടക്കം ചെയ്തു. യേശുക്രിസ്തു വീണ്ടും ഉയർത്തെഴുന്നേറ്റു. പിന്നെയും ഭൂമിയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അങ്ങനെ ജീവിച്ചു. അതിനുശേഷം യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടും യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടും റോമ ഗവൺമെൻറ്റിന് യേശുക്രിസ്തുവിനോട് ഇഷ്ടമല്ലായിരുന്നു. റോമിന് പ്രധാന കൈസർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർ ക്രിസ്ത്യാനിറ്റിയെ, അതായത് യേശുക്രിസ്തുവിനെ, ക്രൈസ്റ്റിനെ ആരാധിക്കുന്നത് തടയുക തന്നെ അവർ ചെയ്തിരുന്നു. ആ കാലത്തെ പല പ്രയാസങ്ങളും കർത്താവിനെ ആരാധിക്കുന്നവർക്ക് നേരിട്ടിട്ടുണ്ട്. ശിഷ്യന്മാരും പിന്നെ ശിഷ്യരായിട്ട് വരുന്നവരും എല്ലാം. ആ കാലത്താണ് ഈ യോഹന്നാനെ അവിടുന്ന് വൻകരയിൽ നിന്നും മാറ്റി പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുന്നത്. അതായത് ശിക്ഷ വിധിച്ചിട്ട് ജയിലിൽ തടവറയിലാക്കുന്നതിന് പോലെ തന്നെ ഒരു കുറ്റം ചെയ്തവരെ ആ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുവിടും. അവിടെ കൽക്കരി ഖനിയായിട്ടും ഈ കുറ്റം ചെയ്യുന്നവരെ കൊണ്ടിട്ട് ചില ജോലി ചെയ്യിച്ചിരുന്നു എന്നാണ് ഇതര കൃതികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായാലും യോഹന്നാൻ അവിടെ ദൈവത്തെ ആരാധിച്ച് യേശുക്രിസ്തുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം കൊടുത്തൊരു വെളിപ്പാടാണ് ഈ പാഠഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ വിശുദ്ധ ബൈബിളിൻ്റെ വെളിപ്പാടിൻ്റെ അവസാന ഭാഗത്ത് 22 അധ്യായത്തിൽ 19-ാം അധ്യായത്തിലാണ് നാം ഇത് കാണുന്നത്. വെളിപ്പാടിൻ്റെ തന്നെ പ്രധാന ഭാഗം ഇത് തന്നെയാണ്. ഒരു പ്രവാചകനല്ലാതിരുന്നതായ യോഹന്നാനെ ദൈവം പ്രദർശിപ്പിച്ചു. ആ വെളിപ്പാടിൻ്റെ തന്നെ ആദ്യം തന്നെ അതിൻ്റെ ഇൻട്രഡക്ഷൻ എഴുതിയിട്ടുണ്ട്. ദൈവം യേശുക്രിസ്തുവിനെ കൊടുത്തു. യേശുക്രിസ്തു അത് തൻ്റെ ദൂതൻ മുഖാന്തരം യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ അത് എഴുതി ഏഷ്യയിലുള്ള 7 സഭകൾക്ക് അയച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഏഷ്യയിലുള്ള സഭകൾക്ക് എഴുതിയത് എന്തോ അത് എക്കാലത്തും പിന്നീടുള്ള കാലത്തും മൊത്തം വിശ്വാസികൾക്ക്, ആരൊക്കെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ സമൂഹ ജനങ്ങളിൽ എല്ലാവർക്കും തന്നെ ഉതകത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും വായിച്ചു കേൾക്കുവാനും വായിക്കാനും അതിന് പ്രകാരം ജീവിക്കാനുമുള്ളതായ ഒരു പ്രിൻസിപ്പിളാണ്, കാര്യങ്ങൾ അറിഞ്ഞ് ഉള്ളതായ ഒരു പ്രിൻസിപ്പിളാണ് വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ഇവിടെ നാം കാണുന്നത് 24 മുഖ്യന്മാർ, മൂപ്പന്മാർ എന്നാണ്. അത് ആരാണ് എന്ന് നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ആ ഭാഗത്ത് എഴുതിയിട്ടില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ സിംഹാസനത്തിൽ അവിടെ കാണുമെന്നാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം ആദ്യ ഭാഗത്ത് തന്നെ എഴുതുന്നു, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. അങ്ങനെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്തു ഭാഗത്തായിട്ട്
യേശുക്രിസ്തുവിൻ്റെയും സിംഹാസനം. അതിൻ്റെ ചുറ്റുമാണ് 24 മൂപ്പന്മാർ യേശുക്രിസ്തുവിനെയും ദൈവത്തെയും വണങ്ങുന്നത്. 24 മൂപ്പന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ദൈവമേ, നീ സകലവും സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടത്താൽ, അവിടുത്തെ ഇഷ്ടത്താൽ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അവിടുന്ന് മഹത്വവും ബഹുമാനവും സ്വീകരിക്കുവാൻ അവിടുന്ന് യോഗ്യനാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 24 മൂപ്പന്മാരും ദൈവത്തെ ആരാധിക്കുന്നത്. പറയുന്നത് അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആയിരിക്കാം 12 പേർ. അതായത് യേശുക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് അടുത്ത് തന്നെ സിംഹാസനങ്ങൾ ഇരിക്കും എന്ന്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 12 ശിഷ്യന്മാർ അവിടെ പുതിയ നിയമസഭയുടെ പ്രതിനിധികളായി അവിടെയാണെന്ന് നമുക്ക് സാമാന്യമായി ഊഹിക്കാവുന്നതാണ്. എന്നാൽ 24 മൂപ്പന്മാരുള്ള ഇസ്രായേൽ ഗോത്രത്തിൽ 12 ഗോത്രങ്ങൾ ഉള്ളതുകൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രതിനിധികളായി ആ ഗോത്രങ്ങളിൽ നിന്നും യാക്കോബിൻ്റെ മക്കൾ 12 പേരെ അവിടെ എല്ലാം കൂടെ ചേർത്തായിരിക്കാനാണ് സാധ്യത 24 മൂപ്പന്മാർ എന്ന് അവിടെ വിവക്ഷിക്കുന്നത്. അതിന് പ്രത്യേകമായി ആ ഭാഗത്ത് ഈ 24 മൂപ്പന്മാരെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇവരൊക്കെയും ദൈവത്തെയും യേശുക്രിസ്തുവിനെയും സ്തുതിച്ചു പാടുകയാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു, അവിടുത്തെ ഇഷ്ടത്താൽ അവ ഉത്ഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാൽ അവിടുന്ന് മഹത്വവും ബഹുമാനവും ഈ ശക്തിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. ദൈവമാണ് യോഗ്യൻ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പാടുകയാണ്. വിശുദ്ധ ബൈബിൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് ഈ ഭാഗം വർണ്ണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവനീ, അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു, അവിടുത്തെ ഇഷ്ടത്താൽ അവ ഉത്ഭവിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കയാൽ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിക്കും. ഈ ദൂതന്മാർ വെള്ള വസ്ത്രം ധരിച്ചവരായിരിക്കണം. അവർ തേജോമയമായ വസ്ത്രം ധരിച്ചവരായിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അവർ തങ്കക്കിരീടങ്ങളും ധരിച്ചിട്ടുണ്ട്. അവർ നിരന്തരമായി യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും സ്തുതിച്ചു പാടുകയാണ്. നാം 19-ാം താക്കോൽ വാക്യമായ എടുത്തതായ ഭാഗ്യം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം. 24 മുഖ്യന്മാരും 4 ജീവികളും സിംഹാസനസ്ഥനായ ദൈവത്തിനും മുൻപാകെ വീണ് വണങ്ങിക്കൊണ്ട് ആമീൻ ഹല്ലേലൂയ എന്നാർത്തു. ഈ ഹല്ലേലൂയ എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ 19-ാം അധ്യായത്തിൽ മാത്രമാണ് നമുക്ക് കാണുന്നത്. അവിടെ 4 പ്രാവശ്യം ഉള്ളതായിട്ട് കാണാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഹല്ലേലൂയ പുകഴ്ത്തുക. ലുയ ഉള്ളതിന് യാഹ്വേഹ്, യാഹ് എന്ന ദൈവത്തിൻ്റെ ഷോർട്ട് ഫോമിൽ പറയുകയാണ്. യാഹിനെ സ്തുതിക്കുക. യാഹ് എന്ന ദൈവത്തെ അത് എബ്രായ ഭാഷയിൽ ഹല്ലേലൂയ എന്ന് പറയുകയാണ്. എബ്രായ ഭാഷയിൽ ഹല്ലേലൂയ എന്ന് യോഹന്നാൻ എഴുതിയത് അതാണ്. അവിടുത്തെ ദൂതന്മാരും മൂപ്പന്മാരും സ്വർഗീയ സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് മനുഷ്യരുടെ ആത്മാക്കൾ ചെന്നിട്ടുള്ളവരും മരിച്ച് ഉയർത്തിരിഞ്ഞ് അവിടെ ചെന്നിട്ടുള്ളതായ മനുഷ്യാത്മാക്കളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ അങ്ങ്
മൃഗമെന്ന പോലെ അറുക്കപ്പെടുകയും അവിടുത്തെ രക്തത്താൽ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ മരിച്ചവരുടെ ആത്മാക്കളും 24 മൂപ്പന്മാരും ദൂതന്മാരും ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു പാടുന്നതിനോട് ദൂതന്മാർ പാടുകയാണ്. മനുഷ്യാത്മാക്കൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവാൻ യോഗ്യനാണ്. എല്ലാ മനുഷ്യന്റെയും സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിക്കുവാൻ യേശു ക്രിസ്തു യോഗ്യനാണ്. സങ്കീർത്തനങ്ങളിലും പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയും, എല്ലാ മനുഷ്യരും യഹോവയെ സ്തുതിപ്പാനാണ് പറയുന്നത്. 148 സങ്കീർത്തനം 14 വാക്യത്തിൽ ലാസ്റ്റ് ഭാഗത്തിൽ യഹോവയെ സ്തുതിപ്പീൻ. സങ്കീർത്തനങ്ങൾ 113 2 വാക്യത്തിലും പറയുന്നു, യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 145 എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും, അവിടുത്തെ നാമം ഞാൻ എന്നുവന്നേക്കും സ്തുതിക്കും. ചില പുസ്തകങ്ങൾ വാഴ്ത്തും എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തെ പാടി നമസ്കരിക്കുന്നതിനെയാണ്, ദൈവത്തെ പാടി നമിക്കുന്നതിനെയാണ്, ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനെയാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും സ്തുതിക്കുകയും പാടുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 4 അധ്യായം 8 വാക്യം നാം വായിക്കുന്നു, ഭൂതവർത്തമാന ഭാവി കാലങ്ങളിൽ ഒരുപോലെ നിലനിൽക്കുന്ന കർത്താവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവം പരിശുദ്ധനാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധനാണ്. അത് എങ്ങനെയുള്ളവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, കർത്താവിൽ മരിക്കുന്നവർ അനുഗ്രഹീതരാണ്. അങ്ങനെ കർത്താവിൽ മരിക്കുന്നതായ ആത്മാക്കൾക്കാണ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അധികാരം കിട്ടുന്നത്. എങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുവാൻ സ്വർഗത്തിൽ അധികാരം കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ മനുഷ്യരെയും സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത്. എന്നാൽ ചിലരുടെ സ്വഭാവത്തിൽ വരുന്നതായ വ്യത്യാസം കൊണ്ട് അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റുന്നില്ല എന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ ലേവ്യ പുസ്തകത്തിൽ 20 അധ്യായം 26 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. അതായത് മനുഷ്യരെല്ലാവരും ദൈവത്തെ പോലെ വിശുദ്ധന്മാരായിരിക്കണമെന്ന് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൻ്റെ 20:26 നാം ഇങ്ങനെ കാണുന്നു. അതേപോലെ തന്നെ വിശുദ്ധ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാന്റെ ലേഖനം 3:3 ഇങ്ങനെ നാം കാണുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവന് എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതാരം ചെയ്തിട്ട് നിർമ്മല ജീവിതം നയിച്ചതുപോലെ തന്നെ ഈ ഭൂമിയിലും ജീവിച്ച് കർത്താവിനെ ആരാധിച്ചു പോകുന്നവരാണ് ഈ മരണത്തിന് ശേഷം അവരുടെ ആത്മാക്കൾക്ക് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ സമയം, സന്ദർഭം, ചാൻസ് കിട്ടുന്നത്. അതായത് മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നതിന് പറയുന്നുണ്ട്.
പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നതിനും അങ്ങനെ ആരാധിക്കുന്നതിനും കുറിച്ചും വിശുദ്ധ ബൈബിളിൽ നമുക്ക് ഏത് രീതിയിൽ ദൈവത്തെയും കർത്താവായ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും ആരാധിക്കണം, വർഷിപ്പ് ചെയ്യണമെന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ ഗോസ്പലിൽ സുവിശേഷത്തിൽ 4:23 നാം ഇങ്ങനെ കാണുന്നു. യേശുക്രിസ്തു ഒരു സമരിയിൽ കൂടി പോകുമ്പോൾ സമരിയ സ്ത്രീയോട് പറയുന്നതാണ് രംഗം. അതിൻ്റെ അവസാന ഭാഗത്താണ് ഈ പറയുന്നത്: സത്യ ആരാധകർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. അങ്ങനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്നാണ് നാം സത്യത്തിൽ എന്ന് യേശുക്രിസ്തു ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യരോട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ സാരമാണ് നാം ഇപ്പോൾ നേരത്തെ ലേവ്യ പുസ്തകത്തിലും യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നും നാം മനസ്സിലായത്. ദൈവവും ദൈവപുത്രനായ യേശുക്രിസ്തുവും നിർമ്മല ജീവിതം നയിച്ചവരാകൊണ്ട് മനുഷ്യരും നിർമ്മല ജീവിതം നയിക്കുന്നവരാണ് സത്യ ആരാധകർ. അങ്ങനെ സത്യത്തിൻ്റെ അങ്ങനെ വരും. ആത്മാവിൽ ആരാധിക്കുക. ആത്മാവിൽ ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമാകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ആണ് അവിടെ പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ജീവനും ദൈവാത്മാവിനോട് രമ്യതപ്പെട്ടിട്ട് ദൈവ ആത്മാവിനെ ധ്യാനിച്ച് മനുഷ്യൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ഹൃദയമെന്നാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ്റെ ആത്മാവ് ദൈവാത്മാവിനോട് ഒരു രമ്യതപ്പെട്ടിട്ട് അങ്ങനെ രമ്യതയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്. അതായത് നാം പാട്ടിൽ വൃത്തവും അർത്ഥവും രാഗവും സ്വരവും താളവും മേളവും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് പാട്ടിൽ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ഒരു രമ്യതപ്പെട്ട് നാം ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ സത്യമായ ആൾക്കാർ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നാണ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യവർഗത്തെ പഠിപ്പിച്ചത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:23 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ആരാധന ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം ആദമിനെ ഭൂമിയിലേക്ക് അയച്ചത്. ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് ദൈവത്തോട്ടമായ ഏദനിൽ ആക്കിയത്. പക്ഷേ ആദിപിതാവായ ആദമിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഹവ്വയ്ക്കും ഒരു തെറ്റുപറ്റി. ദൈവം ഒന്ന് രണ്ട് ഖനികൾ അവിടെ നടുക്കുണ്ടായിരുന്നു. അത് രണ്ടിനെക്കുറിച്ച് രണ്ടാമത്തതിനെക്കുറിച്ച് ഒന്നും പറയുന്നെങ്കിലും ഒന്നിൻ്റെ ഫലം അപ്പോൾ കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് ഹവ്വ അബദ്ധം പറ്റിയതിനാൽ കഴിച്ചു. അങ്ങനെ ഹവ്വയും ആദമും കഴിച്ചു. എന്നാൽ അതിൻ്റെ പണിഷ്മെൻ്റായിട്ട്, അതിൻ്റെ ശിക്ഷയായിട്ട് ദൈവം ആദമിനെയും ഹവ്വയെയും ശിക്ഷിക്കുന്നുണ്ട്. ആദമിനെ ദൈവം ശപിച്ചില്ല എങ്കിൽ തന്നെയും ദൈവം ഭൂമിയെ ശപിച്ചു. അതായത് ഭൂമിയിൽ വേല ചെയ്തിട്ട് വേണം ആദം ഉപജീവനമാർഗം സ്വീകരിക്കേണ്ടതിന്. താൻ മുള്ളും ഉപയോഗമില്ലാത്ത വൃക്ഷജാതികളും ഭൂമിയിൽ കുരുക്കും. അവിടെ ആദമിനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി, ദൈവിക ഗാർഡനിൽ നിന്നും പുറത്താക്കി അവിടെ ദൂതന്മാരെ വാളുമായി കാവൽ നിർത്തി എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ബൈബിളിൽ മറ്റു ഭാഗത്ത് പറയുന്നത് ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിന് പുറത്ത് വേല ചെയ്ത് ജീവിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഹവ്വയെയും ആദമിനെയും ദൈവം സൃഷ്ടിച്ചത് ദൈവസ്വരൂപത്തിലാണ്. ദൈവസ്വരൂപത്തിൽ എന്ന് പലരും പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അതിനു മുൻപിട്ട് സ്വർഗരാജ്യത്തിൽ ജീവനുണ്ടായിരുന്നു, ദൂതന്മാരുണ്ടായിരുന്നു, ദൈവമുണ്ടായിരുന്നു, ദൈവപുത്രനായ യേശുക്രിസ്തു ഉണ്ടായിരുന്നു.
അവർ ആരും മരിക്കേണ്ട രീതിയിലല്ല, അവരെല്ലാം ദൈവത്തോട് സ്വരൂപന്മാരായിരുന്നു. അതുപോലെ തന്നെ ആദമിനെയും മരിക്കേണ്ടാത്ത രീതിയിൽ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ ആദം കാണിച്ച തെറ്റുകൂട്ട് അവൻ ഡിസൊബീഡിയൻസ് കൊണ്ട്, ദൈവം പറഞ്ഞത് അനുസരിക്കായിക കൊണ്ട് മരണമെന്ന രൂപത്തെ ഭൂമിയിലേക്ക് അയച്ചു. അതായത് മനുഷ്യ ശരീരത്തിലുള്ളവർ മനുഷ്യ ശരീരം കൃമിക്കും പുഴുവിനും രോഗത്തിനും യോഗ്യമായ നിലയിൽ ആക്കിയപ്പോൾ തന്നെ ഉടനെ തന്നെ ആദം മരിക്കുന്നില്ല, അത് ശരിയാണ്. ഉടനെ മരിക്കാനുള്ള എപ്പോഴെങ്കിലും രോഗാണുക്കൾ മനുഷ്യ ശരീരത്തെ ആക്രമിക്കുവാനും പിന്നെ അത് മനുഷ്യകോശങ്ങൾ മരിച്ചു പോകാനും സാധ്യതയുള്ളതാക്കി. അങ്ങനെ ആദവന് പിന്നെ മരിച്ചവനെ പോലെയായി. അതായത് എന്ന് വേണമെങ്കിലും മരിക്കാം. ദൈവം പിന്നെയും ആദവനോട് സംസാരിക്കുന്നുണ്ട്, ആദവനെ ശപിച്ചില്ല. എന്നാലും മനുഷ്യന് മരണമെന്ന ഒരു ഭാഗം, മനുഷ്യന്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. മരണമെന്ന് എബ്രായ ലേഖനത്തിൽ നാം കാണുന്നു, ഏകമനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം കടന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ എപ്പോൾ വേണമെങ്കിലും രോഗാണുക്കൾ, ചെറിയ ക്രമീകരണങ്ങൾ ആക്രമിക്കുകയും മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മരണം കടന്നു എന്ന് പറയും. അങ്ങനെ രോഗാണുക്കൾ ആക്രമിച്ചു കഴിയുമ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള ജീവനും മനുഷ്യ ശരീരത്തിലുള്ള ആത്മാവും പറന്നുപോകും. അതിനെയാണ് നാം മരണമെന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അന്നേരം ശ്രേഷ്ഠൻ മരിക്കാത്തവരായ ദൂതന്മാരോട് ചേർന്ന് നാം മരിച്ചുപോയ ആത്മാക്കൾ മനുഷ്യ ശരീരങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒത്തുപോകും. അതിനുവേണ്ടി മരിച്ചവരെ, അങ്ങനെ മരിച്ചവരെ, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ പരിഹാരത്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതും മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് കുരിശിൽ മരിക്കപ്പെട്ടതും കുരിശിൽ യാഗമായി തീർന്നതും മരണത്തെ അതിജീവിച്ച യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തത്. ആ സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തുവിനെ നാം ഭൂമിയിലും നമ്മളുടെ ആദ്യം പറഞ്ഞതായ ആരാധനാ രൂപത്തിൽ നാം ആരാധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നാം യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെയും നാം ആരാധിച്ചുകൊണ്ട് പിന്നെ യുഗാന്തരങ്ങൾ മനുഷ്യാത്മാവ് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരിക്കും. ആ പാപത്തിനു കൊടുത്ത പരിഹാരമാണ്, ആ പാപത്താൽ മനുഷ്യൻ മരിക്കുമെന്നുള്ള സാധ്യത വന്നപ്പോൾ ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവരുടെ ആത്മാവ് മരിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും ആ യേശു ക്രിസ്തു വന്ന് പാപം സ്വീകരിച്ച് യാഗമായി തീർന്നതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷപ്പെടുവാനുള്ള അവസ്ഥ കിട്ടി. ദൈവം അതിൻ്റെ പരിഹാരവും വരുത്തി, പാപത്തിൻ്റെ പരിഹാരവും ദൈവം വരുത്തി. അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഞാനെന്നോ കാണുമെൻ്റെ പവനമാനന്ദ മന്ദിരത്തെ ഹീനമായുള്ളൊരി ലോകവുമെന്നോ ദീനതയേറുമിദേഹവും വെട്ടിനി ഞാനും കാണുമെൻ്റെ പവനമാനന്ദമന്ദിരത്തെ കണ്ണീരവിടെയില്ല, കലുഷത കാണുവാൻ പോലുമില്ല, ദുർനയമെന്നതില്ല, ദുരാശയാൽ ദൂഷിതര
രുമില്ല പൂർണ്ണസുഖപ്രദമാമി നഗരത്തിൽ പോകുവർക്കുള്ളൊരു ദുഃഖ ജാരവൻ ഞാനെന്നു കാണുമെൻ്റെ പവനമാനന്ദമന്ദിരത്തെ രോഗമെല്ലാമകലും വിശിഷ്ടമാം ദേഹമവി ലഭിക്കും തീരെ ഒഴിഞ്ഞു പോകും മൃതി നിത്യജീവനെനിക്കുദിക്കും ദൈവപിതാവിനെ തുതിച്ചാൻ ദിനവും മേവുകയാം യാഹിൽ സന്നിധിയില്ല ഞാനെന്നു കാണുമെൻ്റെ പവനമാനന്ദ മന്ദിരത്തെ ഹീനമായുള്ളൊരു ലോകവുമെന്നോട് ദീനതയേറു ദേഹവും വീട്ടിനി ആനന്ദ കാണുമെൻ്റെ പവനമാനന്ദമന്ദിരത്തെ. ഇത്രയും സമയവും ശ്രദ്ധിച്ചും കേട്ടും കൊണ്ടിരുന്നതായ എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു.